ഇന്നത്തെ ജനറേഷന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഡ്രീം ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്ത ഒരു കൺട്രിയിൽ എത്തിയതിനു ശേഷം എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു റിഗ്രറ്റ് വരുന്നത്? അവരുടെ അംബിഷൻസ് ഇല്ലാത്തത് കൊണ്ടോ ഗോൾസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള റീസൺസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോളോയിങ് ദ ട്രെൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ നീഡ്സ്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ട്രെൻഡിന്റെ പുറകെ പോകുന്നത്. അങ്ങനെ പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കാനഡ. കോവിഡ് കാലഘട്ടത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോയിരുന്ന ഒരു കൺട്രിയാണ് കാനഡ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? PR കിട്ടുന്നില്ല, പാർട്ട് ടൈം ജോബ് ഇല്ല, സ്റ്റേ ബാക്ക് കഴിഞ്ഞാൽ ഹോം കൺട്രിയിലോട്ട് തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. പിന്നെ സ്റ്റുഡൻസിന്റെ അടുത്ത ഭാഗത്തു നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്കാണ് കോഴ്സ് സെലക്ഷൻ. പ്രോപ്പർ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു കോഴ്സ് എടുത്ത് കിട്ടുന്ന കൺട്രിയിലോട്ട് കയറി പോകുക എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന കോഴ്സിന് നമ്മൾ പോകുന്ന കൺട്രിയിൽ എത്രത്തോളം റെലവൻസ് ഉണ്ട്, അത് നമ്മുടെ കരിയറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഇമ്മീഡിയറ്റ്ലി ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് കയറി പോവുക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കോഴ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ കരിയറിന് ഇത് എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തും, ഇതെല്ലാം അറിയാൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സ് സെർച്ച് ചെയ്യാം. അതേപോലെ അവിടുത്തെ അലുമിനീസുമായിട്ട് കണക്ട് ചെയ്യാം, പ്രൊഫസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു മിസ്റ്റേക്കാണ് മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ഫ്രം കൺസൾട്ടൻസ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻസി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നില്ല. ചില ഏജൻസികളെങ്കിലും നിങ്ങളുടെ സക്സസിനേക്കാൾ ഉപരി അവരുടെ നേട്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ കണക്ട് ചെയ്യുക. പ്രോപ്പർലി അവരെല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതിലാണ് നിങ്ങളുടെ റിസർച്ചും കൂടെ ഹെൽപ്പ് ആവുന്നത്. മറ്റൊരു പോയിന്റാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആ കൺട്രിയിലാണ്, റിലേറ്റീവ്സ് ഈ കൺട്രിയിലാണ്, ഈ കോഴ്സാണ് അവരെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പലരും ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ഫോഴ്സിൽ ഒരിക്കലും ഒരു ഡിസിഷൻ, ഒരു കൺട്രിയോ കോഴ്സോ ചൂസ് ചെയ്യരുത്. ഈ കൺട്രിയോ കോഴ്സും ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കരിയറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സ് തന്നെയാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത്, ഇത് തന്നെയാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഇതെല്ലാം നോക്കിയിട്ട് മാത്രം ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തുക. മിസ്കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്, അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് കയറി പോവുക, അതിന് വരുന്ന എക്സ്പെൻസ്, ഇത് മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺട്രിയിൽ പിന്നീട് വരുന്ന എക്സ്പെൻസുകളെ കുറിച്ച് കൂടെ ബോധേഡാവുക. നമുക്ക് അവിടെ പോയതിനു ശേഷം വരുന്ന ട്യൂഷൻ ഫീസ്, പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി, ഈ പാർട്ട് ടൈം ജോബ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ മന്ത്ലി നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസുകളുടെ കാര്യം, ടോട്ടൽ സ്റ്റഡീസ് കഴിയുമ്പോഴത്തേക്കും എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ഇതെല്ലാം കൂടെ നോക്കിയതിന് ശേഷം മാത്രം ഒരു കൺട്രി ചൂസ് ചെയ്യാം. ഒരു കൺട്രിയോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ട്രെൻഡിനൊപ്പം പോകാതിരിക്കുക, മറ്റുള്ളവരുടെ ഡിസിഷൻസ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അതേപോലെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇതിനെല്ലാം ഉപരി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏജൻസി ട്രസ്റ്റഡ് ആയിരിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിഗ്രറ്റ് ഇല്ലാതെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എബ്രോഡ് സെറ്റിൽ ആവാം.